അത് വേറെ കാര്യം. ഇവിടെ പാവപ്പെട്ട കോൺഗ്രസ് അടി മടിക്കുന്നോ ഞാൻ ഈ ഇവിടെ മാർക്കിച്ചാന്റെ പണി കൊടുത്തു. ഇത് വലിയ ഞാൻ ആലോചിക്കും ഇവൻ ആരാന്ന് ആലോചിക്കാൻ. വണ്ടി ഒന്നും ഓട്ടണ്ട, വണ്ടി ഒന്നും ഓട്ടണ്ട. പറയട്ടെ ഞാൻ പറഞ്ഞു നിതീഷില്ലേ നിതീഷിനെ ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങളോട് എനിക്ക് വേണമെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാം. എന്റെ ജോലി ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സാർ ഇത് കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല സാറേ ചർച്ച. നമ്മള് ഇതിനെതിരെ നിയമപരമായിട്ട് എല്ലാം എം കെ രാഘവൻ എം പിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി CPM പ്രവർത്തകർക്ക് നിയമനമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കോളേജിൽ നടക്കുന്ന ഇന്റർവ്യൂ ഹാളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇന്റർവ്യൂ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു MP. പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. പരസ്യം പറഞ്ഞാണ് ചിലത് അവരെ ബന്ധുക്കൾക്ക് ബന്ധു നിയമനം ചില 10-20 ലക്ഷം റുപ്യാണ് ഓരോരാളോട് ചോദിക്കുന്നത്. ഇപ്പോൾ നിയമനം ഇപ്പോൾ ഒരുപാട് പിള്ളേരെ ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവരൊന്നും കിട്ടില്ല. എന്നാൽ ഇവർ പൈസ ആദ്യം മേടിച്ച് വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ കസ്റ്റഡിയിൽ 10-15 ലക്ഷം റുപ്യ പോലെ ഒരാളോട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അവർ ആംഗ്ലീഷ് 1.5 കൊല്ലം കൊടുത്തിട്ട് കൊടുക്കാമെന്ന് പറയുന്ന ആൾക്കാരോട് ഓരോ പൈസ മേടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ പ്രശ്നം നടത്തുന്നവർ? സാധാരണ ഒരു പ്രവർത്തകന് ജോലി കൊടുക്കാൻ പറ്റില്ല, അതിൽ പൈസ അവർക്ക് കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ ഈ പാർട്ടി ഈ സ്ഥാപനം പാർട്ടീൻ്റെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നത് കോഴ വാങ്ങിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ പിന്നെ പ്രഹസനം എന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ ഇവിടെ നടത്തുന്നത്. പിന്നെ നമ്മളെ ഇവിടെ പ്രതീക്ഷിക്കാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കുഞ്ഞുകുളത്തുള്ള ഒരു പിന്നെ പക്ക CPM കാരന് പിന്നെ പൈസ വാങ്ങിയിട്ട് പിന്നെ ബന്ധു എന്ന പേരിൽ ബന്ധു നിയമനത്തിനെതിരെ പിന്നെ കോഴിക്കോട് പ്രസംഗിച്ച MP ഇവിടെ കണ്ണൂരെത്തുമ്പോൾ MPക്ക് ബന്ധു നിയമനത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിനെതിരെയുള്ള സമരം പിന്നെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിന്. നമ്മളിപ്പോൾ MPയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയെടുത്ത് തന്നെ MP ഞാൻ അത് കൈകാര്യം ചെയ്യും, നിങ്ങളെന്നാൽ ചെയ്യൽ എന്ന രീതിയിലാണ് MP സംസാരിച്ചത്. ഒരു പിന്നെ MP ഒരു സാധാരണക്കാരൻ്റെ നമ്മളിലും പിന്നെ പാർട്ടിയിലേക്ക് വന്നിരുന്നു പറഞ്ഞാൽ പണി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പിടിച്ചേക്കുന്നത്. നമ്മൾ ഈ ഈ ഇങ്ങനെയുള്ള DYFIക്കാരനൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തൽ? MPക്ക് ഈ ഭാഗത്ത് വരേണ്ട ആവശ്യമില്ല. MP കോഴിക്കോട് MPൻ്റെ അന്യനും പാർട്ടി പ്രവർത്തനം നടത്താത്ത ഒരു പിന്നെ ഇല്ല പാർട്ടീൻ്റെ പിന്നെ പേരിലുള്ള പണിയെല്ലാം നേടിയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെ സാധാരണ പ്രവർത്തകന്മാർക്ക് വികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുകുളത്തിലെ എല്ലാ നേതാക്കന്മാരും എല്ലാ പിന്നെ നേതാക്കന്മാർക്കും ഇതിനെതിരെയുള്ള ഒരു നിവേദനം നമ്മൾ KPCC പ്രസിഡന്റിന്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്, DCC സെക്രട്ടറി പിന്നെ പ്രതിപക്ഷ നേതാവ് DCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും നമ്മൾ ഇതിനെതിരെയുള്ള പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാവരും അവർ പിന്നെ നോക്കുക പിടിക്കുക എന്ന് പറഞ്ഞല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഈ പറഞ്ഞ കക്ഷി അതിൻ്റെ ഉള്ളിലുണ്ട്. മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മാടായി കോളേജിൽ കോഴ വാങ്ങി CPM പ്രവർത്തകർക്ക് നിയമനം നൽകുന്നു എന്ന് ആരോപിച്ചാണ് എം കെ രാഘവൻ MP കോൺഗ്രസ് പ്രവർത്തകർ
തടഞ്ഞത്. കോളേജിൽ നടക്കുന്ന ഇന്റർവ്യൂ പ്രഹസനമാണെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത്തരമൊരു ആരോപണത്തിലേക്കും പ്രതിഷേധത്തിലേക്കുമൊക്കെ നയിച്ചത് എന്താണ്? കൃഷ്ണേന്ദു, മാടായിൽ MK രാഘവൻ MP-ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. പ്രതിഷേധത്തിന് കാരണം മാടായി കോളേജിലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് മാടായി കോളേജ് പ്രവർത്തിക്കുന്നത്. MK രാഘവൻ MP ആണ് ഈ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ. മാടായി കോളേജിൽ ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇത് പ്രഹസനമാണെന്നാണ് ഈ മാടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP ശശിയും കുഞ്ഞിമംഗലം കോൺഗ്രസിന്റെ കുഞ്ഞിമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറിയായ KV സതീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവർ പരസ്യമായി തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയാണ്. 15-20 ലക്ഷം കോഴ വാങ്ങിയാണ് ഈ നിയമനം നടക്കുന്നതെന്നും CPM DYFI പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ നിയമിക്കുന്നതെന്നുമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നത്. ഈ കോളേജിലേക്ക് വരുന്നതിനിടെയാണ് MK രാഘവൻ MP-യെ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ഈ നിയമനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. MK രാഘവനെ തടയുകയും മുദ്രാവാക്യം വിളിക്കുകയും രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പഴയങ്ങാടി പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. കോളേജിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റികൾ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ബന്ധു നിയമനം എന്ന ആരോപണവും MK രാഘവൻ MP-ക്കെതിരെ ഇവർ ഉയർത്തുന്നുണ്ട്. കുഞ്ഞിമംഗലത്തെ ഒരാൾക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. ഈ നിയമനത്തിനെതിരെ കുഞ്ഞിമംഗലത്തെ തന്നെ 300ഓളം പ്രവർത്തകർ ഒപ്പിട്ട ഒരു പരാതി നേരത്തെ DCC-ക്കും KPCC-ക്കും ഒക്കെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-ക്ക് വരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഇവർ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന ഒരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് MP-ക്കെതിരെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. ചേവായൂരിൽ കോഴിക്കോട് നിന്നുള്ള MP ആണ് MK രാഘവൻ. അവിടെ ചേവായൂരിൽ CPM കോൺഗ്രസിന്റെ ഒരു ബാങ്ക് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധം തെരുവിൽ നയിച്ചത് MK രാഘവൻ MP ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾ, അതായത് ബന്ധു നിയമനമൊക്കെ ആരോപിച്ച് നേരത്തെ സമരം നടത്തിയ ആൾ തന്നെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്വന്തം സ്ഥാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് KPCC നേതൃത്വമെങ്കിലും പരിശോധിക്കണം എന്നാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും MP ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ഭാഷയിലാണ് തങ്ങളോട് സംസാരിച്ചത് എന്നതാണ് ഈ മണ്ഡലം ഭാരവാഹികൾ പറയുന്നത്. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ ഉൾപ്പെടെയുള്ള 50ഓളം പേരാണ് MK രാഘവൻ MP-ക്കെതിരെ ഇത്തരത്തിലുള്ള ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തക നേതൃത്വത്തിന് ഇനി ഇടപെടാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ DCC-ക്ക് പരാതി നൽകിയപ്പോൾ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC-യും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം MK രാഘവൻ MP-യോട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയം കോൺഗ്രസിൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറുകയാണ്. നേരത്തെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കർശനമായ മാർഗരേഖകളൊക്കെ ഉണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷനായി ചുമതലയേറ്റ ഘട്ടത്തിൽ K സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിയമനങ്ങൾ ഉണ്ടാകില്ല എന്ന് വരുത്തണമെന്ന് പാർട്ടിയുടെ തന്നെ ഒരു മാർഗരേഖയും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു, കോഴ വാങ്ങിയുള്ള നിയമനങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രാദേശികമായ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത്. ഇത് MK രാഘവൻ MP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഏത് രീതിയിലായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും KPCC ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു.